എവ്രിവൺ, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ബ്ലൂ സ്മോക്കി ഐസ് ആണ്. അത് വളരെ ഡാർക്ക് ആക്കാണ്ട് ലൈറ്റർ ആയിട്ടുള്ള വേർഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഐസിൻ്റെ ലിഡ് ഒന്ന് പ്രെപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഓഫ് കൺസീലറോ ഫൗണ്ടേഷനോ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് പ്രൈമർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ ഷാഡോസ് കുറേ കൂടെ പോപ്പ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പോവുക. സോ ദാറ്റ് അത് സെറ്റാവും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ലൂസ് പൗഡർ മതി കേട്ടോ. അതിനുശേഷം ഞാനൊരു സെല്ലോ ടേപ്പ് എടുക്കുകയാണ്. സെല്ലോ ടേപ്പ് നമ്മൾ ആ ഒരു വിങ്ങിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൈയുടെ ബാക്കിലും ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് ഐ ഷാഡോ എടുക്കുക, ഒരു വൈറ്റർ ഷെയ്ഡ്. സോ ദാറ്റാണ് ഞാൻ പറഞ്ഞത്, ലൈറ്റർ ട്രാൻസിഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ലൈറ്റിലേക്ക് ഡാർക്കിലേക്കാണ് എൻഡിലേക്ക് പോകുന്നത്. സോ ഓൺ ദ ടോപ്പ് ക്രീസിൽ നമ്മളൊരു ബ്രൗണിഷ് ഷെയ്ഡ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പാലറ്റ്സ് വന്നിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ ക്രിയേറ്റീവ് വോളിയം 1ഉം സിസ് ബ്യൂട്ടീൻ്റെ ഒരു പാലറ്റുമാണ് കേട്ടോ. ആൻഡ് അപ്പോൾ നമ്മൾ ആ ക്രീസിൽ ബ്രൗൺ ഇടുക. അതിനുശേഷം ആ ബ്ലൂ അല്ലാട്ട് എടുക്കുന്നത്, ഞാൻ കാണിക്കുന്ന ബ്ലൂ അല്ല എടുക്കുന്നത്, അതിൻ്റെ മുകളിലൊരു ലൈറ്റ് ബ്ലൂ ഉണ്ട്, റിയലി ഒരു സ്കൈ ബ്ലൂ. ആ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നറിലിടുക, ഇന്നർ കോർണറല്ല, മിഡിൽ പാർട്ട് ഓഫ് ദ ലിഡ് ഇടുക. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡാർക്കർ, അതായത് ഞാൻ പറഞ്ഞ പോലെ ലൈറ്റർ ടു ഡാർക്കർ. സോ അതിലുള്ള എലഗൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഷെയ്ഡിൻ്റെ പേര് നോർമല. അപ്പോൾ എന്തായാലും അതിലൊരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ബ്ലൂ എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ കൊടുക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മുടെ രണ്ട് എൻഡ്സിലും നല്ല പ്ലേസ് ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്യുക. അതായത് ആദ്യം തന്നെ ഇങ്ങനെ ഉരയ്ക്കാണ്ട് അവിടെ പ്ലേസ് ചെയ്യുക ആദ്യം തന്നെ എടുത്തിട്ട്. അതിനുശേഷം നമുക്കൊരു ബ്ലാക്കർ ഐ ഷാഡോ എടുക്കണം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്ത് കിട്ടും. അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഈ ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡഡ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമാണ് ആ കറക്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ആ ലൈറ്റ് ബ്ലൂ വീണ്ടും ഇടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആ വൈറ്റും കൂടി ഇടുകയാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പെട്ടെന്ന് ഒരു കളർ പോപ്പായത്. സോ നമ്മളങ്ങനെ ഫിംഗേഴ്സ് വെച്ചിടുമ്പോൾ കുറേയും കൂടെ പ്രൊഡക്റ്റ് ഇരിക്കാനായിട്ട് നല്ല ഇതുണ്ട് കേട്ടോ, സ്കൂപ്പ് ഉണ്ട്. അതിനുശേഷം ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് വൈറ്റ് സെയിം ഷെയ്ഡിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഇന്ന കോർണറിൽ ഇടുകയാണ്. സോ ദാറ്റ് അവിടെ ഒരു ഹൈലൈറ്റ് പോലെ ആവും. അതിനുശേഷം ആ സെല്ലോ ടേപ്പ് ഊരിയിട്ട് ഇവിടെ ഒരു മൈസില വാട്ടർ എടുത്തിട്ട് ഞാൻ ഒരു ബഡ്സും വെച്ചിട്ട് അത് ശരിക്കും ഷേപ്പാക്കി കൊടുക്കുവാണ്. രണ്ടും നല്ല വിങ് ഷേപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ചെറുതാക്കാനൊക്കെ പറ്റും. അതിനുശേഷം ഞാൻ കുറച്ച് ഫൗണ്ടേഷനോ കൺസീലറോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ആ ഒരു ഏരിയ, അതായത് ആ സ്ഥലത്ത് മേക്കപ്പ് പോയല്ലോ, അപ്പോൾ നമുക്കതൊന്ന് ഫില്ലും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഷുഗറിൻ്റെ ഒരു ഐലൈനർ പെൻസിലാണ് എടുക്കുന്നത്. ഇതും ബ്ലൂ കളറാണ് കേട്ടോ. ഈ ബ്ലൂ കളറിന് ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതുവാണ്. ഭയങ്കരമായിട്ട് ഉള്ളിലേക്കല്ല, പുറത്ത് മാത്രം ഒരു ഷാഡോ കൊടുക്കാൻ, ഫുള്ളായിട്ട് എഴുതണില്ല. അതിനുശേഷം ഒരു കേളർ വെച്ചിട്ട് ഐലാഷ് കേൾ ചെയ്യുക. അതിനുശേഷം ഒരു മസ്കാര എടുക്കുക. ഞാനിവിടെ നൈക്കയുടെ മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഐ വിൽ ഹൈലി റെക്കമെൻഡ് യു ടു യൂസ് എ കേളർ സോ ദാറ്റ് ഇറ്റ് വിൽ ഗിവ് എ ഗുഡ് വോളിയം. ആൻഡ് അതിനുശേഷം അത് നന്നായിട്ട് അതായത് നന്നായിട്ട് സർക്കിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ട്വിസ്റ്റ് ചെയ്യില്ല അങ്ങനെ. അതിനുശേഷം കുറച്ച് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ കേളർ വെച്ചിട്ട് പോവുക. ആൻഡ് ദിസ് ഈസ് ദ ഫൈനലൈസ് ലുക്ക്. ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.